മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും വില നിലവാരം അടുക്കള ബജറ്റുകളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ചിക്കൻ വില ഇന്ന് കുറവാണെങ്കിലും 2-3 ദിവസമായി വില കൂടുന്നുണ്ട്. ഉത്സവ സീസൺ അടുത്തതാണ് വില ഉയരുന്നതിനുള്ള പ്രധാന കാരണം. ഇറച്ചിയുടെയും മീനിന്റെയും വില നിലവാരം അടുക്കള ബജറ്റുകളെ എന്നും സ്വാധീനിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കോഴിയിറച്ചി വിലയിൽ കുറവുണ്ടെങ്കിലും 2-3 ദിവസമായി വില വീണ്ടും കൂടുകയാണ്. മെനഞ്ഞാന്ന് 134 രൂപ മുതൽ 145 രൂപ വരെയായിരുന്നു പല സ്ഥലങ്ങളിലും കോഴിയിറച്ചി വില. എന്നാൽ ഇന്നലെ വില 142 മുതൽ 155 രൂപ വരെയായിരുന്നു. ഇന്ന് വീണ്ടും വില ഉയർന്നിട്ടുണ്ട്. 152 രൂപ മുതൽ 165 രൂപ വരെയാണ് പല സ്ഥലങ്ങളിലെയും ഇന്നത്തെ കോഴിയിറച്ചി വില. ഉത്സവ സീസൺ അടുത്തെത്തിയതോടെയാണ് വിപണിയിൽ ഇറച്ചി വിലയും കുതിക്കുന്നത്. സംസ്ഥാനത്ത് 300 രൂപ വരെ ഉയർന്ന റെക്കോർഡിട്ട ശേഷം വില കുറഞ്ഞ് 115 രൂപ വരെ വില എത്തിയിരുന്നു. അവിടെ നിന്നുമാണ് വില വീണ്ടും ഉയരുന്നത്. 2 ആഴ്ച മുൻപ് കിലോയ്ക്ക് 280 മുതൽ 300 രൂപ വരെയായിരുന്ന വില വിവിധ വിപണികളിൽ ഇപ്പോൾ 180 രൂപ വരെയുള്ള നിരക്കിൽ വിൽപ്പന നടക്കുന്നുണ്ട്. ഓണം സീസൺ കൂടി മുന്നിൽ കണ്ട വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തീറ്റയുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായ ചോളം, സോയാബീൻ, ഗോതമ്പ്, ഉണക്കമീൻ തുടങ്ങിയവ കിട്ടാനില്ലാത്തതും വില കൂടാൻ കാരണമായിട്ടുണ്ട്. ചോളവും മറ്റും എത്തുമ്പോൾ നിർമ്മാണത്തിന് വഴിതിരിച്ചുവിടുന്നത് ഇതിന്റെ ദൗർലഭ്യമുണ്ടാക്കുന്നതായി ആക്ഷേപമുണ്ട്. മഴ കുറഞ്ഞതിനാൽ ഈ വർഷം ഉൽപാദനം കുറയുമെന്ന ഭീതിയുമുണ്ട്. അതേസമയം കോഴിമുട്ടയുടെ വില 8.5 രൂപയായും ഉയർന്നിട്ടുണ്ട്. 7 രൂപ വരെ മുട്ടവില എത്തിയതിനു ശേഷമാണ് വില വീണ്ടും ഉയർന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് പ്രതിദിനം 30 ലക്ഷം കിലോ കോഴിയിറച്ചിയും 2 കോടി കോഴിമുട്ടയും ആവശ്യമുണ്ടെന്നാണ് കണക്കുകൾ. കോഴിയുടെ 70%, മുട്ടയുടെ 80% തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.